ഹായ്, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഐക്കൺസ് ഓഫ് ഇന്ത്യ ഇപ്പോൾ മലപ്പുറത്താണ്. ഇന്ന് ഐക്കൺസ് ഓഫ് ഇന്ത്യ പരിചയപ്പെടുത്തുന്ന അതിഥി PMR ഗ്രൂപ്പ് കമ്പനീസിൻ്റെ ഡയറക്ടർ മുഹമ്മദ് ഷഹീദ് സാറാണ്. PMR ഗ്രൂപ്പ് കമ്പനീസ്, അതിൻ്റെ വിശേഷത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പറഞ്ഞോളൂ സാർ. ഇത് നമ്മളൊരു ഫാമിലി ബിസിനസ്സാണ്. ഫാദറായിട്ട് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സാണ്. എന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? ഫാദർ 1970 സമയത്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 55 വർഷത്തോളം. അതെ അതെ, ഞാൻ ജനിക്കുന്നതിൻ്റെ ഒരു 20 years മുന്നേ സ്റ്റാർട്ട് ചെയ്ത കമ്പനി സ്ഥാപനമാണ്. അതെ അതെ, PMR. അതെ, അന്ന് ഈ പേര് തന്നെയായിരുന്നു. അത് ഗ്രാജുവലി വന്നതാണ്. ഫാദർ ഫസ്റ്റ് ഒരു ട്രക്ക് മേടിച്ചിരുന്നു. അപ്പൊ ആ ട്രക്കിന് PM എന്നാണ് നമ്മുടെ ഇനീഷ്യൽ PM പുള്ളിയിൽ മാടശ്ശേരി. അതെ, അപ്പൊ ഫാദർ PM റോഡ്വേസ് അന്നത്തെ ട്രക്കിൽ പേരിട്ടപ്പോ ആളുകൾ അത് ഷോർട്ടാക്കി PMR എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ അതിനുശേഷം PMR വളർന്നു ഇപ്പോഴത്തെ ഈ നിലയിലുള്ള PMR ആയി. ഈ PMR കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞോളൂ. ഫാദറായിട്ടാണ് ഫസ്റ്റ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അത് തുടങ്ങി പിന്നെ ബ്രദേഴ്സ്, എനിക്ക് 4 ബ്രദേഴ്സ് ഉണ്ട്. അപ്പൊ അവര് എന്നെക്കാൾ എൽഡേഴ്സ് ആണ്, ഞാനാണ് യങ്ങസ്റ്റ് ആള്. ഈ ബ്രദേഴ്സിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു. ഫസ്റ്റ് മൂത്ത ആളുടെ പേര് അബ്ദുൽ മജീദ് എന്നാണ്, രണ്ടാമത്തെ പേര് അബ്ദുൽ ഷക്കൂർ, പിന്നെ ഷംസുദ്ദീൻ, പിന്നെ ഞാൻ മുഹമ്മദ് ഷഹീദ്. ഇത് എന്താ പറയുക, തുടങ്ങി വെച്ച വാപ്പ അല്ലേ? അതെ, അദ്ദേഹത്തിന്റെ പേര് അലവി ഹാജി പി എന്നാണ്. അലവി PM. അദ്ദേഹമാണ് ഏകദേശം 55 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥാപനം തുടങ്ങി വെച്ചത്. അതെ. സിസ്റ്റേഴ്സ് ഇല്ലല്ലേ? സിസ്റ്റേഴ്സ് 3 സിസ്റ്റേഴ്സ്. മൂത്തയാളുടെ പേര് സാബിറ എന്നാണ്. അതെ. രണ്ടാമത്തെ പിന്നെയുള്ള ആളുടെ പേര് സുഹദ. പിന്നെ ഏറ്റവും എന്റെ താഴെയുള്ള ആളുടെ പേര് സിൽമ തസ്നീം. അപ്പൊ ടോട്ടൽ 7 പേര്. മദറാണ് ഖദീജ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഈ PMR ഗ്രൂപ്പിന്റെ ഇന്ന് എന്തൊക്കെ ഉണ്ട്, എത്ര കമ്പനികളുണ്ട്, ഈ പേരിൽ എന്തൊക്കെ സ്ഥാപനങ്ങൾ? കൺസ്ട്രക്ഷൻ ആണ് ഒരു നല്ല സ്റ്റേജിലെത്തി നിൽക്കുന്നത്. നമ്മൾ ഗവൺമെന്റ് വർക്ക്സ് ആണ്. ഏതൊക്കെ വർക്കുകൾ നമ്മളിപ്പോൾ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്? നമ്മൾ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ്, ഗവൺമെന്റ് ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബീച്ചിന്റെ ബ്യൂട്ടിഫിക്കേഷൻ, കാലിക്കറ്റ് ബീച്ചിന്റെ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അതെ അതെ. കൺസ്ട്രക്ഷൻ ഒന്ന്. അതിനുശേഷം അടുത്തത് പെട്രോൾ പമ്പ് അല്ലേ? പെട്രോൾ പമ്പ് അതാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നിന്ന് പെട്ടെന്ന് ഈ പെട്രോൾ പമ്പിലേക്ക് ചാടാനുള്ള നമുക്ക് വെഹിക്കിൾസ് കൂടിയപ്പോ ബ്രദറാണ് അബ്ദുൽ ഷക്കൂർ ഭായാണ് പറഞ്ഞ് നമുക്ക് പെട്രോൾ പമ്പ് തുടങ്ങാം. അപ്പൊ ഭാരത് പെട്രോളിയം അല്ലേ? അതെ, അത് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ അത് ബ്രദർ നല്ല രീതിയിൽ പോയിരുന്നു. പിന്നെ ഞാൻ ഒരു 10 വർഷത്തിന് ശേഷം ഞാൻ വന്ന ഉടനെ പെട്രോൾ പമ്പ് ഒന്നേ ഉള്ളൂ. അത് മലപ്പുറത്ത് തന്നെ പൂക്കൂട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വന്നതിന് ശേഷം ഞാൻ ഇത് കൊണ്ടുവന്നെന്ന് വെച്ചാൽ ഡെലിവറി സിസ്റ്റം. അത് കേരളത്തിൽ ഫസ്റ്റ് ആയിട്ട് ഡെലിവറി തുടങ്ങി ഞങ്ങളാണ്. ഇന്ത്യയിൽ 5ാമതായിട്ട് സ്റ്റാർട്ട്. അത് വെച്ചാൽ ഒരു 6000 ലിറ്ററിന്റെ ചെറിയ ട്രക്ക് ഗവൺമെന്റ് പറയുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചിട്ട് ഫയർ ആൻഡ് സേഫ്റ്റി വെച്ചിട്ട് ആരെങ്കിലും ഓർഡർ ചെയ്താൽ അവർ എവിടെയാണോ അവിടെ കൊണ്ട് നമ്മൾ ഡെലിവറി ചെയ്യും. അപ്പോൾ കൺസ്ട്രക്ഷനായി, പെട്രോൾ പമ്പായി, ഇനി അടുത്ത എന്താണ്? പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ഗ്രാനൈറ്റ്സ് ആണ്, ക്രഷർ ആൻഡ് ക്വാറിയാണ്. അതെ അതെ, നമ്മൾ കൺസ്ട്രക്ഷൻ ബേസ്ഡ് ആണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കൺസ്ട്രക്ഷൻ നമ്മൾ ഏറ്റവും യൂട്ടിലൈസേഷൻ വരുന്നത് മെറ്റീരിയൽസ് ആണ്, അഗ്രഗേറ്റ്സ് ആണ് കൂടുതൽ വേണ്ടി വന്നത്. അടുത്തത് അതിനുശേഷമാണ് പിന്നെ നമ്മൾ റെഡിമിക്സ് PMR. നമുക്ക് പിന്നെ കോൺക്രീറ്റ് ആണ് ആവശ്യം. ഇപ്പോൾ പുതിയ സിസ്റ്റത്തിലോട്ട് എല്ലാം റെഡിമിക്സ് ആണല്ലോ. അപ്പോൾ റെഡിമിക്സ് കോൺക്രീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് PMR കോൺക്രീറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ റെഡിമിക്സ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തു. അതും ഇത് ക്രഷറിനോട് ചാരിറ്റിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത നമ്മുടെ PMRന്റെ പിന്നെ നമുക്ക് ഹോട്ടൽസ് ഉണ്ട്. PMR ഗ്രാൻഡേഴ്സ് ഫാദറായിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ പല പല പേരിലായിരുന്നു. റെസ്റ്റോറന്റ് ആണോ അതോ റൂംസിന്റെ സ്റ്റേ ആണ് കൂടുതൽ ഫോക്കസ്. ഒന്ന് നമ്മളെ കൊണ്ടോട്ടി എയർപോർട്ടിന്റെ, കാലിക്കറ്റ് എയർപോർട്ടിന് തൊട്ടടുത്താണുള്ളത്. നമുക്കൊരു 200 മുതൽ ടെമ്പററി സ്റ്റാഫ് ആകുമ്പോൾ 400-500 വരെ പോകും. അപ്പോൾ നമ്മുടെ PMR ഗ്രൂപ്പ് എന്താണ് എന്നുള്ളത് ചെറിയ വിശേഷത്തിലൂടെ തന്നെ അവരുടെ സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിതെന്തായാലും ഇത് തുടങ്ങി വെച്ച വ്യക്തിയെ നമുക്ക് പരിചയപ്പെടണ്ടേ? ഇത് ഉപ്പ അല്ലേ? പേര് ഒന്നുകൂടി പറഞ്ഞു. അലവി PM എന്നാണ്. അലവി PM സാറിനെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. PMR ഗ്രൂപ്പ് കമ്പനീസിൻ്റെ ഫൗണ്ടർ അലവി ഹാജി സാർ, അസ്സലാമു അലൈക്കും. വെൽക്കം. ഐക്കൺസ് ഓഫ് ഇന്ത്യയിലേക്ക് സ്വാഗതം. അപ്പോൾ മോൻ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഈ സ്ഥാപനം ഒക്കെ തുടങ്ങിയത്
ഉപ്പയാണ്. നമ്മളാ വീടിനടുത്ത് ഒരു വലിയ കോൺട്രാക്ടർ ഉണ്ടായിരുന്നു. അയാൾക്ക് സബ് കോൺട്രാക്ട് എടുക്കലായിരുന്നു, മറ്റേ മഞ്ചേരി കൊരമ്പയിലും നമ്മളൊക്കെ. അപ്പോൾ അയാളെ വർക്കുകൾ കണ്ടപ്പോൾ എനിക്ക് താല്പര്യം ആ ഫീൽഡിലേക്ക് പോയാലോ എന്ന്. അപ്പോൾ അതിലേക്ക് പോകാനൊരു ചാൻസും കണ്ടില്ല. ഒരു 60 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. 60 വർഷം. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരു സബ് കോൺട്രാക്ട് വേറെ വർക്ക് എടുക്കുന്ന ഒരാളെ സമീപിച്ചു, അയാളായിട്ട് കമ്പനി കൂടാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 പേരുണ്ടായിരുന്നു. അവരും ഞാൻ 3 പേരും കൂടി കമ്പനിയായിട്ട് എടുത്തു വർക്ക്. അവരുടെ പേരിലെടുത്തത് ഞാൻ കൂടി കൊടുത്തു. ഒരാൾ കോട്ടയത്തുള്ളൊരു ചേട്ടനായിരുന്നു, ഒരാൾ കോട് ഇവിടെ പിന്നെ ഈ ഒതുക്കുന്നിലുള്ള അബുവാക്കാന്ന് പറയും, പിന്നെ ഞാനും. ഒരു കൺസ്ട്രക്ഷൻ ഒക്കെ തുടങ്ങുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കന്ന് കയ്യിൽ മൂലധനം എത്ര രൂപ ഉണ്ടായിരുന്നു? അല്ല, അന്ന് വലിയ വർക്ക് ഞാൻ എടുത്ത് 6500 വർക്കാണ്. അലി ഹാജി സാറിന്റെ വാപ്പ പേരെന്തായിരുന്നു? മൊയ്തീൻകുട്ടി ഹാജി. മൊയ്തീൻകുട്ടി ഹാജി. അപ്പോൾ ഉമ്മയുടെ പേരെന്താ? ആയിഷ. ആയിഷ അതല്ലേ? ഓക്കെ. നമ്മൾ ജനിച്ചു വീണ തറവാടിന്റെ പേരെന്താണ്? മാടശ്ശേരി. മാടശ്ശേരി. സഹോദരങ്ങൾ സഹോദരിമാരിലേക്ക് ഒന്നും പറഞ്ഞോളൂ. സഹോദരിമാര് ഒന്ന് സത്താർ, ഒന്ന് റസാക്ക്, ഒന്ന് മുഹമ്മദ് അലി, ഒന്ന് ഉമ്മർ, ഹനീഫ, അബ്ദുറഹിമാൻ. വൈഫിന്റെ പേരെന്താണ്? വൈഫിന്റെ പേര് ഖദീജ. ഖദീജ അല്ലേ? അപ്പോൾ എന്തായാലും നമ്മളായിട്ട് ഉണ്ടാക്കിയ ആ സ്ഥാപനങ്ങളെല്ലാം ഇന്നിപ്പോൾ മക്കള് എല്ലാവരും ഭംഗിയായിട്ട് ഓരോരോ സ്ഥാപനങ്ങൾ പുതിയ 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 കണ്ടുപിടുത്തത്തിലൂടെയൊക്കെ പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇനി എന്താണ് സാറിൻ്റെ ആഗ്രഹം? ഇനിയിപ്പോൾ കൂടുതൽ താല്പര്യങ്ങളൊന്നുമില്ല. കൺസ്ട്രക്ഷൻ മുന്നോട്ട് പോകണം തന്നെയാണ് താല്പര്യം. എല്ലാവരും അതിനാണ് പരിചയമായത്. ഇനിയിപ്പോൾ പുതുതായിട്ട് പേര് IT ഫീൽഡിലൊക്കെ പോകാൻ നോക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ തന്നെ ഒരുപാട് വിങ് ഉണ്ടല്ലോ. അതിലിപ്പോൾ ഈ ദാർ മിക്സിംഗ് പ്ലാന്റ് ഉണ്ട്, നേരത്തെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ഐ.ടികളുണ്ട്. നമ്മുടെ ഈ ചെറുപ്പക്കാരായ ആളുകളെ ബിസിനസ്സിലേക്ക് തിരിയുന്ന ആളുകൾക്ക് എന്താണ് നമ്മുടെ ഈ 60 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർ പറയാനുള്ള വർക്ക് അവനെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. വെറും ജോലിക്കാരെ മാത്രം വിട്ടിട്ട് നോക്കാതിരുന്നാൽ പിന്നെ ഒരു ഉപദേശം കൂടി പിന്നെ അവരെന്ത് ചെയ്യണം? പിന്നെ ഞാനൊക്കെ ഇപ്പോൾ എനിക്കൊരു ദിവസം വെറുതെ ഇരുന്നാൽ മറ്റേ മനപ്രയാസമായിരുന്നു. വെറുതെ ഇരുന്ന് പോയല്ലോ, ഒരു ദിവസം പോയല്ലോ. ഇവർക്കൊന്നും അതില്ല, മക്കൾക്കൊന്നും എനിക്ക് തോന്നല്. അപ്പോൾ PMR ഗ്രൂപ്പ് കമ്പനീസിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ നമ്മൾ ഉപ്പയുടെ വിശേഷങ്ങൾ കുറച്ച് കേട്ടു. നമുക്ക് കുറച്ച് നേരം അല്ലേ ഇനി നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ എത്രാമത്തെ വയസ്സിലായിരുന്നു വിവാഹം നടന്നത്? എൻ്റെ 27 ഞാൻ മാഞ്ചസ്റ്റർ കഴിഞ്ഞ് പഠിച്ച് ഇറങ്ങി ഇവിടെ വന്നൊരു 3 years വർക്ക് ചെയ്തപ്പോഴാണ് വിവാഹം കഴിച്ചത്. ഞാൻ മലപ്പുറം തന്നെ കോട്ടക്കൽ പുത്തനത്താണി എന്ന് പറയും. അതെ, അബ്ദുസലാം എന്നാണ് ഫാദറിലോടെ പേര്. വൈഫിന്റെ പേര് നിഹാല എന്നാണ്. അവള് ആർക്കിടെക്ചർ പഠിക്കുകയായിരുന്നു. ഇവിടെ പെരിന്തൽമണ്ണയായിരുന്നു. അവിടെ അൽസലാമ എന്നുള്ളൊരു ആർക്കിടെക്ചർ കോളേജ് ഉണ്ട്. അങ്ങനെയാണ് പഠിച്ചത്. പക്ഷെ ആള് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല, എന്നാലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു പിക്ചർ അറിയാം, നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ആൾക്കറിയാം. ആർട്ടിസ്റ്റിക് ഒരു വ്യൂ വൈഫിന് നല്ല രീതിയിലുണ്ട്. അപ്പൊ അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എനിക്ക് 2 പേരാണുള്ളത്. ഫസ്റ്റ് ആളുടെ പേര് ഇവാ ഖദീജ എന്നാണ്. അവളിപ്പോ ജസ്റ്റ് 4 വയസ്സായിട്ടുള്ളൂ. ഇപ്പൊ താഴെയുള്ള ആള് 10 months ആയുള്ളൂ. നൂഹ് മുഹമ്മദ് എന്നാണ് ആളുടെ പേര്. 2 മക്കൾ. ഈ എല്ലാ ബിസിനസിന്റെയും സത്യത്തിൽ കാര്യത്തിനൊക്കെ ഓടിയിടുന്ന നല്ല തിരക്കായിരിക്കും. ഇതിലും മന്ത്ലി മീറ്റിംഗ് സെറ്റപ്പാണ്. എല്ലാത്തിനും P&L നമ്മൾ മന്ത്ലി ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഫാദറിന് അതൊരിക്കലും ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. ഫാദർ എത്ര എപ്പോഴും ഇപ്പൊ ഞാൻ വർക്ക് സൈറ്റിലോട്ട് പോകണമെങ്കിൽ ഫാദറിന്റെ കൂടെ വരും. ഫാദറിന് അത് കാണണം, അത് ചെയ്യണം. ഫാദർ അതിൽ ഡിപ്ഡാണ്, അത് അറിയണം. എന്നാലേ ഫാദറിന് ഒരു ഇത് കിട്ടുള്ളൂ, കോൺഫിഡൻസ് കിട്ടുള്ളൂ. വെറുതെ ഇരിക്കുന്നത് ഫാദറിന് ഒട്ടും ഇഷ്ടമല്ല. കാരണം ഇപ്പോൾ ഈ പ്രായത്തിലും അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ ഹെൽത്ത് ഇഷ്യൂ വരുന്നോണ്ടാണ് ഇപ്പോഴെങ്കിലും കുറച്ചൊന്ന് ഫാദർ സൈറ്റുകളിലൊന്നും വരാത്തത്. അല്ലെങ്കിൽ പ്രൊജക്ട് സൈറ്റ് ഒക്കെ ഫാദർ വന്ന് കാണാറുണ്ട്. ഈ തിരക്കിനിടക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിലെ വിനോദങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിതുപോലെ പ്ലാൻ ട്രിപ്പ് എല്ലാം പോകുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിൽ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അത് പോകുന്നുണ്ട്. നമ്മൾ വെറുതെ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല, ഭൂമിയിലുള്ള എല്ലാം കണ്ട് നമ്മൾ ഈ ഫാമിലി ബിസിനസ് ആയിട്ടുള്ള ഗുണം അതാ. ഇപ്പൊ ഞാനൊരാൾ ഇപ്പൊ ഒരു ട്രിപ്പ് പോകണമെങ്കിൽ എന്റെ ബ്രദേഴ്സ് ഉണ്ടാവും എന്നെ കോമ്പൻസേറ്റ് ചെയ്യാൻ. അതിൽ ബ്രദേഴ്സ് വരെ പോകുമ്പോൾ നമ്മൾ അവരെ വർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് ചെയ്യും. അപ്പൊ ആർക്കും ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഹാൻഡിൽ ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും അംഗീകാരങ്ങളൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നമ്മൾ ഇത്രയും ബിസിനസ് ചെയ്ത്
ഇതിൽ നിന്നുമുള്ള ബിസിനസ് അവാർഡുകൾ? ഫാദറിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതിപ്പോ ഇങ്ങനെ എടുത്തു പറയാൻ എനിക്ക് എങ്ങനെ അറിയില്ല. കോൺട്രാക്ട് അസോസിയേഷൻ ബെസ്റ്റ് കൺസ്ട്രക്ഷൻ അതെല്ലാം കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് കൺസ്ട്രക്ഷൻ മലപ്പുറത്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാ രീതിയിലും നോർത്ത് കേരളയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ പെട്രോൾ പമ്പിന് ഇഷ്ടംപോലെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് സെയില്, ടോപ്പ് 5 കേരളത്തിൽ ടോപ്പ് 5 ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഈ ഡീലർഷിപ്പ് ഉണ്ടല്ലോ, മറ്റേ മൊബൈൽ ഡെലിവറി സിസ്റ്റത്തിൽ ഫസ്റ്റാണ്. അതിൽ നമ്മൾ റെഡിമിക്സ് പ്ലാന്റ് എല്ലാം എക്കോ ഫ്രണ്ട്ലി ആണ്. പിന്നെ ISOയുടെ ഏറ്റവും TUV രജിസ്ട്രേഷനുള്ള ഏക പ്ലാന്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമ്മുടെ റെഡിമിക്സ് പ്ലാന്റ്, PMR കോൺക്രീറ്റ് എന്ന് പറയുന്നത്. എല്ലാത്തിനും മീൻസ് അത് നമ്മൾ ഇപ്പോൾ നമ്മുടെ റെഡിമിക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ചിൽഡ് വാട്ടറാണ്, മീൻസ് ഐസ് വാട്ടറാണ് നമ്മൾ ഇതിന്ന് കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കോൺക്രീറ്റ് ക്രാക്കോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഇനിയും അതുപോലെ തന്നെ ആയിരക്കണക്കിന് വർഷങ്ങളോളം ഈ ഗ്രൂപ്പ്, ഈ PMR ഗ്രൂപ്പ് തലമുറകളായിട്ട് ഉയരങ്ങളിലേക്ക് കുതിക്കട്ടെ എന്ന് ഐക്കൺസ് ഓഫ് ഇന്ത്യ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി PMR ഗ്രൂപ്പിൻ്റെയും ഇതിൻ്റെ വ്യക്തിപരമായ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ സാറിന് ഒത്തിരി നന്ദി. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.